ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സരസ്വതി തമ്പുരാട്ടിയും അപ്പുവും രാജുവിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നതാണ്. എന്താ ഇവിടെ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഋതുമോൾ എവിടെയെന്ന് സരസ്വതി ചോദിക്കുന്നു. ഋതുമോൾ അകത്തുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് പ്രിയ പറയുമ്പോൾ പിന്നെ എന്തിനാ രാധമ്മ കരയുന്നതെന്ന് സരസ്വതി ചോദിക്കുന്നു. അത് പിന്നെ അമ്മയുടെ ഒരു കുഞ്ഞമ്മ മരിച്ചുപോയി. എവിടെയാണെന്ന് സരസ്വതി ചോദിക്കുമ്പോൾ മാവേലിക്കരയിലാണെന്നും ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് അവരമ്മയെ വിളിച്ചു പറഞ്ഞത്, അതിന്റെ സങ്കടമാണെന്നും പ്രിയ പറയുന്നു. രാജുവും ഋതുമോളുമൊക്കെ അകത്തുണ്ട്, ഞാൻ അവരെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അകത്തേക്ക് പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധമ്മ. പിന്നീട് കാണിക്കുന്നത് ജയനെയും കൊച്ചമ്മിണിയുമാണ്. എന്താണെങ്കിലും രാധമ്മ ചെയ്തത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവളൊരൊറ്റൊരുത്തി കാരണമല്ലേ നമ്മൾ ആ രമ്യയെ തെറിപ്പിച്ച് കളഞ്ഞത്. അവളോ വീട് വേണോ പണം വേണോ എന്ന് ചോദിച്ച് പിന്നാലെ തന്നെയായിരുന്നു. ഇവളന്ന് ആഹാരം കഴിക്കാൻ കൊണ്ടുപോയിട്ട് പണമില്ലെന്ന് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തേയില്ല. ആ രമ്യ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ അമ്മയെന്ന് ജയൻ ചോദിക്കുമ്പോൾ കൊച്ചമണി പറയുകയാണ്, ഇല്ലടാ, ഇവർ തമ്മിൽ നല്ല കണക്ഷനായി പോയില്ലേ. ഇനി രാധമ്മയുടെ കൈയിടിപ്പ് പോലെ ഇരിക്കും രമ്യ ഇങ്ങോട്ടേക്ക് വരുന്നത്. മിക്കവാറും ഇങ്ങനെ തന്നെയാണ് രാധമ്മ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവളെ ഇവിടുന്ന് രാധമ്മ തന്നെ അടിച്ചിറക്കി വിടും. അല്ല, എല്ലാവരും എവിടെ പോയെന്ന് കൊച്ചമണി ചോദിക്കുമ്പോൾ പുറത്ത് കാണുമെന്ന് പറഞ്ഞ് ജയൻ കൊച്ചമണിയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് പുറത്ത് സരസ്വതി തമ്പുരാട്ടിയും അപ്പുവും ഇരിക്കുന്നത്. അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയനും കൊച്ചമണിയും. തള്ളേ, നമ്മൾ പറഞ്ഞതുപോലെ ഇവർ കേട്ട് കാണുമോ എന്ന് ജയൻ ചോദിക്കുമ്പോൾ കേട്ടെങ്കിൽ പെട്ടിയും കിടക്കയും എടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങേണ്ടി വരുമെന്ന് കൊച്ചമണി പറയുന്നു. അല്ല, നിങ്ങളെന്താ ഞങ്ങളെ കണ്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുന്നതെന്ന് സരസ്വതി ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോ. പിന്നീട് കാണിക്കുന്നത് മുറിയിലിരുന്ന് കരയുന്ന ഋതികയാണ്. അതേസമയം രാജുവും വേണുവും കൂടി ഋതികയെ സമാധാനിപ്പിക്കുകയാണ്. അമ്മ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ എന്ന് രാജു ചോദിക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു വഴി ആലോചിക്കേണ്ടതായി ഉണ്ടെന്ന് വേണു പറയുന്നു. ഇത് കേൾക്കുന്ന ഋതിക പറയുകയാണ്, രാധമ്മ രാജുവിൻ്റെ അമ്മയാണ്. രാധമ്മയെ വിഷമിപ്പിച്ച് രാജുവിൻ്റെ ഒപ്പമുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം. കേട്ടോടാ ഈ കുട്ടി പറഞ്ഞത്? താലിമാല ഊരിവെച്ച് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പൊയ്ക്കോളാമെന്ന്. നീയല്ലേ ജീവിതാവസാനം വരെ ഇവളെ നോക്കിക്കോളാമെന്ന വ്യവസ്ഥയിൽ ഇവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയത്? എന്താ നിനക്കിതിനൊരു മറുപടിയും പറയാനില്ലേ എന്ന് വേണു ദേഷ്യത്തോടെ ചോദിക്കുന്നു. എനിക്ക് പറയാനുള്ളത് അല്പം മുമ്പ് അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. എന്താണെങ്കിലും ഞാൻ കിട്ടിയ പെണ്ണിനെ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കില്ല. പ്രത്യേകിച്ചും ഋതിക മേഡത്തിനെ. ഋതിക മേഡത്തിന്റെ സ്ഥാനം എൻ്റെ മനസ്സിലാണുള്ളത്. എനിക്ക് അവളിങ്ങനെ മാറിപ്പോയതിലാടാ സങ്കടമുള്ളത്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവളായിരിക്കും നിങ്ങളുടെ ബദ്ധശത്രുവായി മാറുന്നത്. ഏത് സാഹചര്യത്തിലായാലും പെറ്റമ്മയെ ശത്രുവാക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ നീ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതേസമയം പ്രിയ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ്, അച്ഛാ, ദേ വർമ്മസാറിന്റെ വീട്ടിൽ നിന്നും ഋതികയുടെ മുത്തശ്ശിയും അപ്പുവുമൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സരസ്വതി മേഡം അറിഞ്ഞു മോളെ എന്ന് വേണു ചോദിക്കുമ്പോൾ അറിഞ്ഞില്ലെന്നാ തോന്നുന്നതെന്ന് പ്രിയ പറയുന്നു. ഒരു കാരണവശാലും സരസ്വതി മേഡം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നത്തിലായിരിക്കും ചെന്നെത്തുന്നത്. മേഡം ക്ഷിപ്രകോപിയാണ്. കൊച്ചുമോളുടെ കണ്ണീര് കണ്ടാൽ എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. മോളെ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ എന്ന് വേണു ചോദിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി തിണ്ണയിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശിയെ കണ്ടയുടൻ തന്നെ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ഋതിക. എന്താ മോളെ, എന്താ ഉണ്ടായതെന്ന് സരസ്വതി ചോദിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഋതിക. അതേസമയം ഋതിക എന്തെങ്കിലും പറയുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് രാധമ്മയും പ്രിയയും. എന്താ മോളെ ഇത്? മോൾ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്തായാലും അമ്മാമ്മയോട് തുറന്നു പറ മോളെ എന്ന് തമ്പുരാട്ടി പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ രാധമ്മയുടെ കർണത്ത് പടക്കം പൊട്ടുമെന്ന് കൊച്ചമ്മണി പറയുന്നു. അത് അമ്മയുടെ കുഞ്ഞമ്മ മരിച്ചില്ലേ, അതിനാ ഋതുമോൾ കരയുന്നത്. അമ്മ കരഞ്ഞാൽ ഋതുമോൾക്കും കരച്ചിൽ വരുമെന്ന് പ്രിയ പറയുന്നു. തുടർന്ന് രാജു എന്ന് തമ്പുരാട്ടി വിളിക്കുമ്പോൾ മേഡം എന്ന് രാജു തിരിച്ചു വിളിക്കുന്നു. അമ്മാമ്മ എന്ന് വിളിക്കടാ. പറ രാജു, എന്തിനാ എൻ്റെ കുഞ്ഞു കരയുന്നത്? ഇവളെ താലി കിട്ടിയതോടെ നീ എൻ്റെ കൊച്ചുമോനാണ്. നീ പറ, ഇവൾ എന്തിനാ കരയുന്നത്? അല്ല അതിപ്പോ എന്ന് പറഞ്ഞ് രാജു വാക്കുകൾ തപ്പുമ്പോഴേക്കും വേണുവിനോട് ചോദിക്കുന്നു. അത് മോള് തന്നെ പറയട്ടെ എന്ന് വേണു പറയുന്നു. അത് പിന്നെ കുറെ ദിവസമായില്ലേ അമ്മാമ്മയെ കണ്ടിട്ട്. പെട്ടെന്ന് കണ്ടപ്പോ അതിന്റെ സന്തോഷത്തില് ഞാൻ കരഞ്ഞു പോയതാ. അല്ല, രാധമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് തമ്പുരട്ടി ചോദിക്കുന്നു. അത് പിന്നെ കുഞ്ഞമ്മ മരിച്ചതിന്റെ സങ്കടത്തില്. ഏത് കുഞ്ഞമ്മയെന്ന് കൊച്ചമ്മണി ചോദിക്കുമ്പോൾ അത് അമ്മയോട് പറഞ്ഞില്ലായിരുന്നെന്ന് പ്രിയ പറയുന്നു. ഇത് കേൾക്കുന്ന വേണു മനസ്സിൽ പറയുകയാണ്, അവര് മരിച്ചിട്ട് 10-20 കൊല്ലം കഴിഞ്ഞല്ലോ. അമ്മേ, ചായ എടുക്കമ്മേ എന്ന് പ്രിയ പറയുമ്പോൾ ഞാനും അടുക്കളയിലേക്ക് വരാമെന്നും അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ സാധനമായി ഇവിടെ ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് സരസ്വതി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ സരസ്വതിയെ നോക്കുമ്പോൾ വേണു പറയുകയാണ്, അത് പിന്നെ പ്രിയയുടെ കയ്യിൽ നിന്നും കുറച്ച് വെള്ളം അടുക്കളയിൽ വീണായിരുന്നു. അതൊന്ന് അടിച്ചു കളയാൻ. എന്നിട്ട് മേഡം അടുക്കളയിലേക്ക് വന്നാൽ മതി. ചേച്ചി കരയുന്നതായിട്ട് മുത്തശ്ശി രാത്രി സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി.
വഴിപാട് കഴിപ്പിച്ചതിന്റെ പ്രസാദമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുവും തമ്പുരാട്ടിയും കൂടി ഋതികയ്ക്ക് പ്രസാദം നൽകുകയാണ്. അതേസമയം ഋതികയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കുകയാണ് അപ്പു. അങ്ങനെ അവരെല്ലാവരും അടുക്കള വൃത്തിയാക്കുമ്പോഴേക്കും സരസ്വതി അടുക്കളയിലേക്ക് ചെല്ലുന്നു. തുടർന്ന് ചായ കുടിച്ചുകൊണ്ട് സരസ്വതി പറയുകയാണ്, പ്രതാപൻ ഒഴിവുള്ള ഒരു ദിവസം നോക്കി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഋതുമോള് ഞങ്ങളുടെ നിധിയാണ്, എല്ലാമാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കുള്ളതാണ്. അമ്മയുടെ സ്നേഹവും കരുതലും ഒന്നുമില്ലാതെ വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് ഇവള് കരയാൻ ഒരിക്കലും ഇടവരുത്തരുത്. രാജുവിനെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഇവള് കരഞ്ഞാൽ അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ലെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സരസ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.